ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ ഫാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ കുറിച്ചാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു മൈ ചാനൽ സൂപ്പർ ഫാക്സ് മലയാളം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ ആരുടെ സ്മാരകമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഐക്യഭാരതത്തിന്റെ നിർമ്മാണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ദേശാഭിമാനി സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മാരക പ്രതിമയാണ് ഇത്. 565ഓളം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്തിലെ നർമ്മദ നദിയിലെ സാധുബെറ്റ് എന്ന ദ്വീപിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. സരോവർ അണക്കെട്ടിലെ ജലാശയ മധ്യത്തിലാണ് ഈ ദ്വീപ്. 7 കിലോമീറ്റർ ദൂരെ നിന്നുവരെ ഈ ദ്വീപ് നമുക്ക് കാണാൻ സാധിക്കും. ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധയായിരുന്നു ഇതുവരെ ഏറ്റവും വലിയ പ്രതിമ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്നതോടുകൂടി അത് 2ാം സ്ഥാനത്തായി. 128 മീറ്ററാണ് സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധയുടെ ഉയരം. 182 മീറ്ററാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം. ഏകദേശം 60 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഇതിന്. ഇത് വെറുമൊരു പ്രതിമയല്ല, നിരവധി ഓഫീസുകളും 52 മുറികളുള്ള 3 സ്റ്റാർ ഹോട്ടലുകളും ഈ പ്രതിമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പട്ടേൽ മ്യൂസിയം, ഏറ്റവും മികച്ച അണ്ടർ വാട്ടർ അക്വേറിയം, ഭക്ഷണശാലകൾ എന്നിവയെല്ലാം ഇതിനകത്തുണ്ട്. പ്രതിമയ്ക്കുള്ളിലൂടെയുള്ള ലിഫ്റ്റിൽ കയറി അതിൻ്റെ മധ്യഭാഗത്ത് എത്തിയാൽ കാഴ്ച കാണാൻ വിശാലമായ ഒരു ഗാലറിയുണ്ട്. 200 പേർക്ക് ഒരേ സമയം ഈ ഗാലറിയിൽ നിൽക്കാൻ സാധിക്കും. ദിവസവും 15,000 ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 93 വയസ്സുള്ള റാം വാഞ്ചി സൂദറാണ് ഈ പട്ടേൽ പ്രതിമയുടെ ശില്പി. ഇന്ത്യൻ പാർലമെന്റിന് മുന്നിലെ ഗാന്ധിജിയുടെ വെങ്കല പ്രതിമ മുതൽ 50ലേറെ വ്യത്യസ്ത ചരിത്ര ശില്പികളുടെ സൃഷ്ടാവാണ് സൂദർ. 70,000 ടൺ സിമന്റും 17,000 ടൺ വെങ്കലവും 33,000 ടൺ ഉരുക്കും ഈ പ്രതിമ നിർമ്മിക്കാനായി ഉപയോഗിച്ചു. 3,000 തൊഴിലാളികളും 250 എഞ്ചിനീയർമാരും രാപ്പകൽ അധ്വാനിച്ച് 3.5 വർഷം കൊണ്ടാണ് ഈ പ്രതിമയുടെ പണി പൂർത്തിയാക്കിയത്. ഇനി ഈ പ്രതിമയുടെ നിർമ്മാണ ചെലവ് എത്രയാണെന്നറിയുമോ? 4.2 കോടി US$. ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 2,989 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. പ്രതിമ രൂപകൽപ്പന ചെയ്തതും ഉണ്ടാക്കിയതും ഇന്ത്യയിലാണെങ്കിലും വെങ്കല പാളികൾ ചൈനയിലെ പല വാർപ്പുശാലകളിലാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ഇതിനുള്ള സൗകര്യമില്ലായിരുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ പറ്റി നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.